ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുണ്ട ഷേപ്പിലുള്ള ബോട്ടിലും അതേപോലെ പരന്ന ഷേപ്പിലുള്ള ബോട്ടിൽ ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ പെയിൻ്റാണ് യൂസ് ചെയ്യണത്, അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. നമുക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടും ഈ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഔട്ട്ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കണത് കേട്ടോ. ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിലിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യണേക്കാട്ടിലും കുറച്ചും കൂടി ഒരു കവറേജ് കിട്ടും ഇതേപോലെ സ്പഞ്ച് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ഗ്ലാസ് ബോട്ടിലിൽ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് ആ കളർ എടുത്ത് കാണില്ല. അതുകൊണ്ടാണ് ബേസ് കോട്ടായിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 കോട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എളുപ്പത്തിലൊരു സൺസെറ്റ് വരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നടുക്കിലായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ലൈൻ വരച്ചതിൻ്റെ തൊട്ട് മേലെയായിട്ട് നടുക്കിലായി യെല്ലോ കളർ പെയിൻ്റാണ് ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് യെല്ലോയും റെഡും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 കളേഴ്സും ചേർന്ന് വരുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സ്ഥലത്തും കൂടി ഞാൻ ഓറഞ്ച് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് റെഡ് കളർ പെയിൻ്റാണ് അടിച്ച് കൊടുക്കുന്നത്. ഇനി ഈ റെഡും ഓറഞ്ചും കൂടി ചേർന്ന് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ സ്ഥലത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പുറത്തായിട്ട് ബ്രൗൺ കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തുണ്ടല്ലോ കോർണറിലൊക്കെ നമ്മൾ ബ്രൗൺ കളർ പെയിൻറ്റിൽ കുറച്ച് ബ്ലാക്ക് കളർ മിക്സ് ആക്കിയിട്ട് നല്ല ഡാർക്ക് ആക്കിയിട്ട് വേണം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു. കുറച്ച് സ്ഥലത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വരച്ച ലൈനില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മുമ്പ് യൂസ് ചെയ്ത സെയിം കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുമ്പ് നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ ലൈൻസ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമ്മുടെ സൺസെറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് വെള്ളത്തിൽ കാണില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നത്. ആദ്യം യെല്ലോ കളർ വെച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ഓറഞ്ച് കളറ്, പിന്നെ റെഡ് കളറ്, റെഡിൻ്റെയും പുറത്തായിട്ട് ബ്രൗൺ കളർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെയും പുറത്തായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ, കുറച്ച് ബ്ലാക്ക് മിക്സ് ആക്കിയിട്ട് നല്ല ഡാർക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുമ്പ് ചെയ്ത അതേ കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മേൽഭാഗത്തായിട്ട് ഇതേപോലെ ഒരു യു ഷേപ്പിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് യു പോലെ വേണമെന്നില്ല, എന്നാൽ ഏകദേശം ആ ഒരു ഷേപ്പിലാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 2 സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് താഴേക്കും ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലേക്ക് വരച്ച് അത്രയും വേണ്ട, ചെറുതായിട്ടൊന്ന് താഴേക്കും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സൺസെറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഈ നടുക്കിലായിട്ട് യെല്ലോ കളർ കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭംഗി വരുത്താനുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. താഴ്ഭാഗത്ത് കുറച്ച് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നടുക്കിലായിട്ട്. എന്നിട്ട് ചെറുതായിട്ട് പുല്ലുകളും ഇലകളും ചെടികളൊക്കെ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും വരച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെയൊക്കെ ഒന്ന് അങ്ങോട്ട് വരച്ച് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഇനി മേലെ കുറച്ചും കൂടി നന്നായിട്ട് ആ വെളിച്ചം നല്ല ബ്രൈറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ പെയിൻറ്റിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൺസെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് സിപ്പാണ്. നമ്മളെ പഴയ ഡ്രസ്സിൽ നിന്ന് സ്റ്റിച്ച് വിടിയിച്ചെടുത്താൽ മതി സിപ്പ്. ബ്ലാക്ക് കളറിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കളർ എടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സിപ്പ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ 2 സൈഡ് ഉണ്ടല്ലോ ഇതേപോലെ വളച്ച് വെച്ച് മേൽഭാഗത്ത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് നീളമൊക്കെ കൂടുതലുണ്ടെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിങ്ങനെ വളച്ച് പിടിക്കലും ബോട്ടിൽ പിടിക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടി പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഈ ഒട്ടിച്ചതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഈ അരികുവശത്ത് മാത്രം ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂ ഒക്കെ ആക്കി കൊടുത്തിട്ടുള്ള ആ ഗ്ലൂവിൻ്റെ പാടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഉൾഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂവും വെള്ളം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെള്ളത്തിൽ 1 സ്പൂൺ ഗ്ലൂ ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മിക്സ് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഈ അരികുവശത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കീറിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെയും കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ, അതാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് എടുത്തിട്ടും ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ചുളിവുകൾ വരണ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതേപോലെ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം. ഇത് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടപ്പ് അടച്ചിട്ട് അതിൻ്റെ മേലെ കൂടിയും കവർ ചെയ്യുന്ന രീതിയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു സൈഡിലും എല്ലായിടത്തും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് ഇതിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ചെറിയ ടെക്സ്ചറൊക്കെ ഇല്ലേ, അതിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ സമയമെടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് എടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. കണ്ടില്ലേ, ആ ടിഷ്യൂ പേപ്പറിൻ്റെ ആ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ. ഇനി ഞാനിവിടെ യൂസ് ചെയ്യണത് സിൽവർ കളർ അക്രിലിക് പൗഡറാണ്. ഈ പൗഡർ വളരെ ഫൈനായിട്ടുള്ള പൗഡറാണ് കേട്ടോ. ഞാൻ വിരൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് വിരൽ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ സിബിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിങ്ങനെ തെളിഞ്ഞ് കാണും. ഹൈലൈറ്റ് ചെയ്ത് നമുക്കറിയാൻ പറ്റും. പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിലും നമ്മൾ ഈ ഒരു സിൽവർ കളർ അക്രിലിക് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊന്തിയിരിക്കുന്ന എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളത് സ്പ്രേ വാർണിഷാണ്. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുനോക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.